അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങളുടെ അടുത്ത് ഇന്ന് വന്നത്. പിന്നെ എനിക്കധികം സംസാരിക്കാനൊന്നും വയ്യട്ടോ. എൻ്റെ ഇവിടെ വീങ്ങിയിട്ടില്ലേ, അണപ്പല്ല് എന്തോ വരിക എന്തോന്ന് അറിയില്ല, പൊളിഞ്ഞിങ്ങനെ വരിക തോന്നുന്നു. അതിൻ്റെ ഒരു വേദനയും സംസാരിക്കാനേ വയ്യാട്ടോ. അതെ, നല്ല വേദന. ഇന്നലെ രാത്രി എന്നിട്ട് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളികയൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. 3 ദിവസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കഴിച്ചിട്ട് ഭേദമില്ലെങ്കിൽ പിന്നെ പല്ല് ഡോക്ടറിനെ തന്നെ കാണിക്കേണ്ടി വരും. അതെന്താണെന്നറിയില്ല, ഭയങ്കര വേദന. അപ്പോൾ അതായിട്ട് ഇന്നലെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി, ആരോ തമാശ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം മാക്സിമം നിങ്ങളൊന്ന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ വാടകയ്ക്കാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ അങ്ങനെ ആദ്യം ഓരോ വർഷം ഓരോ വീടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, അവിടെ പുല്ല് പൊന്തി കിടക്കുകയാണ്. അപ്പോൾ വൃത്തിയാക്കിയിട്ട് കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ, കുറച്ച് നല്ല ദൂരമുണ്ട്. നമ്മുടെ പാലക്കാടാണ് പറയാം, കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് സ്ഥലം. അപ്പോൾ ഒരു സെൻറ്റിന് 75 ആട്ടോ പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്കായതുകൊണ്ട് അപ്പോൾ 3 സെൻറ്റിന് നിങ്ങൾക്കപ്പോൾ എത്രയാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ വീടിൻ്റെ അഡ്വാൻസ് മാത്രമേ ഉള്ളൂ, 30,000. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വീടിൻ്റെ ആകെ അഡ്വാൻസ് 30,000 മാത്രമേ ഉള്ളൂ കേട്ടോ. വാടക എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ അവസ്ഥയും കാര്യങ്ങളും, മക്കളുടെ പഠിപ്പ്, പിന്നെ അവൾ സുഖമില്ലാത്ത ആൾ, പിന്നെ മോൻ്റെ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും, പിന്നെ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് ഇപ്പോൾ റിയാസ്ക്ക് വണ്ടി ഓടിയിട്ട് തന്നെ വേണം, പിന്നെ വണ്ടിൻ്റെ അടവ്. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല, സ്വർണം പറയാനൊന്നുമില്ല നമുക്ക്. അപ്പം നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു തുള്ളി പെരുവെള്ളം എന്നല്ലേ, എല്ലാവരും തരാൻ പറ്റുന്നവർ തരിക, അല്ലാത്തവർ ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടം കേട്ടോ പറയണത്. കിട്ടിയാൽ നമുക്ക് ചാള വെച്ച് കെട്ടിയിരിക്കാമല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വീട് എപ്പോഴാണ് പൊളിഞ്ഞ് വീഴാന്ന് അറിയില്ല. കണ്ടില്ലേ, ഇന്നലെ ഉണ്ട് എൻ്റെ മേത്തേക്ക് ഇതിൻ്റെ പകുതി അങ്ങനെ പൊളിഞ്ഞ് ചാടി. കട്ടിളപ്പടിൻ്റെ വാതിൽ എപ്പോഴാണ് തലയിൽ വീഴുകയെന്നും കൂടി അറിയില്ല. പിന്നെ പാമ്പിൻ്റെ ശല്യം. പിന്നെ അതൊന്നല്ല പ്രശ്നം, നമുക്ക് ഇരിക്കാനൊരു വീട്. ഇപ്പം ഇനി മഴക്കാലമൊക്കെയാണ് വരാൻ പോണത്. ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് പണ്ടത്തെ വീടാണ്, എപ്പോഴാണ് പൊളിഞ്ഞ് ചാടുകയെന്നൊന്നും അറിയില്ല. ചോരും മഴ പെയ്താൽ പിന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവർക്കും ഇരിക്കാനൊരു. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും കാണാണ്ട് നമുക്കൊന്നും ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടികളെയും കൊണ്ടുപോയി ഇരിക്കാൻ ഒരു ചാള പിന്നെ കിട്ടിക്കാൻ നമുക്ക് ആരെക്കൊണ്ടേക്ക് കൈയും കാലും പിടിച്ചിട്ടെങ്കിലും കെട്ടാലോ വീട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ സ്ഥലം കണ്ട് ഞാൻ പോവുകയാണെങ്കിൽ വീട് സ്ഥലത്തിൻ്റെ ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് അപ്പം ഞാൻ അറിയിക്കാം. നിങ്ങളുടെ ഒരു സമ്മതം കൂടി എനിക്ക് കിട്ടിയാൽ മതി. നിങ്ങളിലാണ് എൻ്റെ ഫുൾ പ്രതീക്ഷ. നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് 3 സെൻറ്റ് വാങ്ങാമെന്ന് ആഗ്രഹം ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ താഴെ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ഥലം നോക്കാൻ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നത്. പിന്നെ എനിക്കിന്ന് തീരെ വയ്യ കേട്ടോ, പല്ലിൻ്റെ ഇവിടെ വേദന കൊണ്ട് സംസാരിക്കാനൊന്നും അധികം വയ്യ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. മാക്സിമം എല്ലാവരും സഹായിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു 3 അവിടെ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഹെൽപ്പാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. നമുക്ക് നമ്മുടെ മക്കളെയും കൊണ്ടൊന്ന് ഇറങ്ങിപ്പോന്ന് പറയാത്ത രീതിയിൽ നമുക്ക് ചാള കെട്ടിയിട്ടിരിക്കാമല്ലോ എന്നുള്ളൊരു ഇതാണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളുടെ മഴക്കാലമൊക്കെയാണ് വരുന്നത്, തൊടിയും കാര്യം. ഇപ്പം ഇന്നലെയും കൂടി പാമ്പ് വന്നില്ല ഡിറൻഷി. രാവിലെ ഉണ്ട് അടുക്കളയിൽ നീണ്ടു നിവർന്ന് കിടക്കണം എല്ലും പിടിച്ചിട്ട്. പിന്നെ നമുക്കിവിടെ എപ്പോഴും എല്ലിൻ്റെ ശല്യവും അങ്ങനെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഞാൻ പുറത്തറിയിക്കണില്ല എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ വിഷമം അറിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയുന്ന ഇതിൽ ഞാൻ
ഇരിക്കുകയാണ്. പിന്നെ റിയാസ് ഖാനെ കൊണ്ട് ഞാൻ പറഞ്ഞു, റിയാസ് ഖാറിന് എൻ്റെ അടുത്ത് ഒന്നുമില്ല, എൻ്റെ അടുത്ത് എന്തുണ്ട് ഇപ്പോൾ കൊടുക്കാൻ, ആകെ നമ്മുടെ വീടിൻ്റെ ഇത് മാത്രമല്ലേ ഉള്ളൂ, 30,000 ഇതും കൊണ്ട് നമുക്ക് സ്ഥലം വാങ്ങാൻ ഇറങ്ങാൻ പറ്റുമോ എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. അപ്പം എൻ്റെ പ്രതീക്ഷ നിങ്ങളിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുക, എന്നിട്ട് നമുക്ക് സ്ഥലമൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ അവരവിടെ വൃത്തിയാക്കട്ടെ, കുറച്ച് ദൂരമുണ്ട് ഉള്ളിൽ കാണാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് സംസാരിക്കാനേ വയ്യ കേട്ടോ, വേദനിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ, മുണുങ്ങി വിടുകയാണ് ഞാൻ. അപ്പോൾ എൻ്റെ എന്താ പറയുക, നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ മൊത്തം. സത്യം പറയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെറിക്കണ മുഖത്തിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്. അപ്പോൾ എല്ലാവരും കമൻ്റായി അറിയിക്കുക കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ വിചാരിച്ചാലേ എനിക്കിന്നിപ്പോൾ ഒരു ആവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ 3 സെൻറ്റ് എനിക്ക് വാങ്ങാനൊരാഗ്രഹമുണ്ട്. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ട് കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല. കാരണം നമുക്ക് അന്നന്നാ കഴിഞ്ഞു പോകണ ഒരു ജീവിതമാണ് നമ്മുടെ, അന്നന്നാ ഓടി കഴിഞ്ഞു പോകണം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായി, ഇതുവരെ നമുക്ക് അതൊന്നും ശരിക്കും കിട്ടാനും ഇല്ല. ഇനി കിട്ടാൻ പോണത് ആകെ കിട്ടുന്നത് ചെറിയൊരു എമൗണ്ട്, അതും വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിലൊന്നും എൻ്റെ പ്രതീക്ഷ ഇല്ല. നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.